മാരമൺ കൺവെൻഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കി. മാർത്തോമാ സഭയിലെ അഭിപ്രായ ഭിന്നത മൂലമാണ് ഒഴിവാക്കൽ. കൺവെൻഷന്റെ ഭാഗമായുള്ള പ്രധാന പരിപാടിയായ യുവവേദിയിലേക്കാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരിക്കുന്നത്. അതേസമയം ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. മാരാമൺ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ക്ഷണിതാവായി പങ്കെടുക്കുമെന്നായിരുന്നു പ്രചാരണം. യുവജനവേദിയിൽ പങ്കെടുക്കുന്ന ക്ഷണിതാക്കളുടെ ആദ്യഘട്ട പട്ടികയിൽ സതീശനും ഉൾപ്പെട്ടു. ഇതിനായി ഫെബ്രുവരി 15-ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സമയവും നൽകി. എന്നാൽ മാർത്തോമാ സഭാ അധ്യക്ഷൻ അംഗീകരിച്ച പ്രത്യേക ക്ഷണിതാക്കളുടെ അന്തിമ പട്ടികയിൽ വി.ഡി. സതീശൻ ഇല്ല. ഇതിന് കാരണമായത് സഭയ്ക്കുള്ളിലെ കോൺഗ്രസ് CPM അനുകൂലികളുടെ തർക്കം. അന്തിമ പട്ടിക മാർത്തോമാ സഭാ അധ്യക്ഷൻ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത അംഗീകരിക്കും മുൻപ് സഭയുമായി സതീശൻ അടുക്കുന്നു എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ പ്രചരിച്ചത് സഭയ്ക്കുള്ളിലെ ഇടത് അനുകൂലികളെ ചൊടിപ്പിച്ചു. ഇടതുപക്ഷത്തു നിന്നും നേതാക്കളെ പങ്കെടുപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. ഇതോടെ സമ്മർദ്ദത്തിലായ സഭാ നേതൃത്വം വി.ഡി. സതീശനെ ഒഴിവാക്കുകയായിരുന്നു. മറ്റ് സാംസ്കാരിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി പുതിയ പാനൽ തയ്യാറാക്കി ക്ഷണിതാക്കളുടെ പട്ടികയ്ക്ക് സഭാധ്യക്ഷൻ അംഗീകാരവും നൽകി. കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സാമുദായിക സംഘടനകളുമായി അടുക്കാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് മാരാമൺ കൺവെൻഷനിൽ നിന്നും സതീശനെ ഒഴിവാക്കുന്നതെന്നതും ശ്രദ്ധേയം. ജനം, പത്തനംതിട്ട.